നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രക്കിയോസ്റ്റമി. എന്താണ് ട്രക്കിയോസ്റ്റമി? ട്രക്കിയ എന്ന് വെച്ചാൽ നമ്മുടെ വിൻ പൈപ്പ് അല്ലെങ്കിൽ എയർ പൈപ്പ്. ട്രക്കിയോസ്റ്റമി എന്ന ഒരു പ്രൊസീജിയർ ഈ വിൻ പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ ഇതിൻ്റെ മുന്നിലുള്ള ആ വോൾ, അതായത് ആൻറ്റീരിയർ വോളിൽ നമ്മൾ സർജിക്കലി ഉണ്ടാക്കുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ട്രക്കിയോട്ടമി അല്ലെങ്കിൽ ട്രക്കിയോസ്റ്റമി എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തിനാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? അതിന് പല ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ICU സ്റ്റേ വേണ്ട ഒരു പേഷ്യൻറ്റിന്, ഉദാഹരണത്തിന് വെൻറ്റിലേറ്റർ സപ്പോർട്ട് വേണ്ട ഒരു പേഷ്യൻറ്റ്. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ ഈ എൻഡോട്രക്കിയൽ ട്യൂബ്, അതായത് വായുടെ അകത്തൂടെ ഒരു ട്യൂബ് ഇട്ടാണ് പേഷ്യൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഓക്സിജൻ കൊടുക്കുക. അപ്പം ട്രക്കിയോസ്റ്റമിക്ക് പല ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ പേഷ്യൻറ്റ് സ്വമേധയ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ റെസ്പിറേറ്ററി എഫേർട്ട്, പേഷ്യൻറ്റിന് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് കുറവാണ്, അതെന്തെങ്കിലും കണ്ടീഷൻസിൻ്റെ ഭാഗമാകാം. ഇപ്പോൾ ചെസ്റ്റ് വളരെ മോശമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാരാലിസിസ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചില പേഷ്യൻസിന് കുറച്ചധികം നാൾ അല്ലെങ്കിൽ കുറച്ചധികം റിക്കവറി ടൈമുള്ള പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു പക്ഷേ നമുക്ക് അധികം നാൾ അല്ലെങ്കിൽ അധികം ദിവസങ്ങൾ ഈ എൻഡോട്രക്കിയൽ ട്യൂബിൽ തുടരാൻ പറ്റില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഈ ട്രക്കിയോസ്റ്റമി എന്നുള്ള ഒരു പ്രൊസീജിയർ അഡ്വൈസ് ചെയ്യാറുള്ളത്. അതിന് പുറമെ പെട്ടെന്നുള്ള ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഉദാഹരണത്തിന് വോക്കൽ കോർഡ് പാൽസി, നമ്മുടെ സൗണ്ട് ബോക്സിലുള്ള 2 വോക്കൽ കോർഡ്സും പാരലൈസ്ഡ് ആകുന്ന സാഹചര്യം, അപ്പോൾ പേഷ്യൻസിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എമർജൻസി ആയിട്ടൊരു ട്രക്കിയോസ്റ്റമി എന്ന പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ട്രക്കിയയുടെ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ട്രക്കിയോസ്റ്റമി ട്യൂബ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ട്രക്കിയോസ്റ്റമിയെക്കുറിച്ച് ഇനി അടുത്ത വീഡിയോകളിൽ കൂടുതൽ കേൾക്കാം. താങ്ക് യു.